ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ഏരീസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇത് ഏരീസ് സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ടാണ്. അതല്ലാണ്ട് നിങ്ങളൊരു ഏരീസിൻ്റെ കൂടെ ഡീൽ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളുടെ പാർട്ട്ണറുടെ സൈൻ ഏരീസ് ആണ് വെച്ചാൽ നിങ്ങൾക്ക് അപ്പോഴും ഈ വീഡിയോ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാനെല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരും. എൻ്റെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് ഇൻസ്റ്റഗ്രാമിലും കുറേ ആക്റ്റീവാണ് ഞാൻ, അവിടെയും എന്നെ ഫോളോ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ മെസ്സേജസ് കിട്ടും നിങ്ങളുടെ സൈൻസിന് വേണ്ടിയിട്ട്. അവിടെ നിങ്ങൾക്ക് DM ചെയ്യാം എന്നെ, നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ. എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒരു പ്രാവശ്യം നിങ്ങൾ കണ്ടാൽ അതിൽ എല്ലാം നിങ്ങൾക്ക് വേണ്ടപ്പെട്ട മെസ്സേജസൊക്കെ കിട്ടും, ഇൻഫർമേഷൻ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്, അവരുടെ ഫ്യൂച്ചർ ആക്ഷൻ എന്തായിരിക്കും, ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം എന്താവും, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ റീഡിങ്ങിൽ നോക്കാൻ പോണത്. അപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താ മെസ്സേജസ് പറയണമെന്ന് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ഏരീസ്, നിങ്ങളുടെ എന്താണ് മെസ്സേജസ് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി, ഓഗസ്റ്റ് മാസത്തിൻ്റെ ഓവറോൾ എനർജി ഈ സമയത്ത്. നിങ്ങളുടെ ഓവറോൾ എനർജി സ്ട്രെങ്ത് ആണ്. ലിയോ എനർജി. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി 3 of Wands. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ ആണ് 8 of Swords. നിങ്ങളുടെ കറൻറ്റ് ഫീലിങ്സ് ഈ സമയത്ത് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 5 of Cups. നിങ്ങളുടെ പേഴ്സണിൻ്റെ കറൻറ്റ് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. Ace of Wands. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഈ സിറ്റുവേഷൻ, ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഫ്യൂച്ചറിൽ. 6 of Swords. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ എന്താണ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്. Queen of Wands. എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ, എടുക്കാൻ പോണ ആക്ഷൻ നിങ്ങളുടെ. Queen of Swords. ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ എന്തായിരിക്കും? ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ. King of Swords. എന്താണ് നിങ്ങൾ രണ്ടാളുടെയും ഔട്ട്കം ഇവിടെ. അപ്പോൾ ഏരീസ്, ഞാൻ കാണുന്നത് ഇവിടെ സ്ട്രെങ്ത് എനർജിയാണ്, ഓവറോൾ എനർജി. ഓക്കെ, അതിൻ്റെ മുമ്പേ നമ്മൾക്ക് കറൻറ്റ് സിറ്റുവേഷനെ നോക്കാം. എന്താണ്? 8 of Swords ആണ് കറൻറ്റ് സിറ്റുവേഷൻ. കറൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങൾ രണ്ടാളുടെ എനർജിയിൽ ഒരു സ്റ്റാഗ്നേഷനാണ്. പറഞ്ഞാൽ ഒന്നും മുമ്പോട്ട് പോകില്ല. എല്ലാം ഒരു എന്താ പറയുക, ഒരു അറിയാത്ത ഒരു സിറ്റുവേഷനാണ്. ഇപ്പോൾ എന്താ വേണ്ടത്, എന്താ ചെയ്യണ്ടേ, ആരും ഒരു ആക്ഷൻ എടുക്കണില്ല, ഒന്നും മുമ്പോട്ട് പോകണില്ല. അങ്ങനത്തെ ഒരു സ്റ്റാഗ്നൻ്റ് ആയ ഒരു എനർജിയാണ് ഞാനിവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കറൻറ്റ് എനർജി സ്ട്രെങ്ത് ആണ്. സ്ട്രെങ്ത്, ലിയോ എനർജി. നിങ്ങൾ ആക്ച്വലി ഈ സിറ്റുവേഷനിൽ കുറേ ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്, ബ്ലോക്സ് ഉണ്ട്, ഈ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ എങ്ങനെയൊക്കെയോ അതിനെ മാനേജ് ചെയ്യാൻ നോക്കണു. പറഞ്ഞാൽ നിങ്ങൾ കുറേ പേഷ്യൻ്റ്ലി വെയിറ്റ് ആണ് ചെയ്യണത്. ഈ സിറ്റുവേഷനിൽ എല്ലാം ശരിയാവും എന്ന് ഹോപ്പ് ചെയ്യണു. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി 3 of Wands ആണ്. അപ്പോൾ 3 of Wands ഒരു വെയിറ്റിംഗ് എനർജിയാണ്. അവരും കുറേ ഹോപ്പ്ഫുള്ളാണ്. അത് ഫ്യൂച്ചറിലെല്ലാം ശരിയാവും, ശരിയായ സമയത്ത് എല്ലാം നടക്കും, വർക്കൗട്ട് ചെയ്യും. അങ്ങനെ അവർക്കും ഒരു ഹോപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് നോക്കാം എന്താ ഈ സിറ്റുവേഷൻ. 8 of Swords ഇവിടെ എന്താണ് ഇങ്ങനെ ഒരു സ്റ്റാഗ്നൻറ്റ് സിറ്റുവേഷൻ കാണുന്നത്. പേജ് ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും ഇമോഷൻസ് ഉണ്ട്, ലവ് ഉണ്ട്, ഫീലിങ്സ് ഉണ്ട്. ഇതൊരു പുതിയ റിലേഷൻഷിപ്പും ആവാം. അതല്ല വെച്ചാൽ ഇവിടെ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ 5 of Cups ഉണ്ട് ഇവിടെ. ഇത് 8 of Cups ആണ് ഇവിടെ കേട്ടോ. 5 of Cups ഇവിടെ
കറണ്ട് എനർജിയിൽ. അപ്പോൾ 5 ഓഫ് കപ്സ് ഒരു ലോസിൻ്റെ എനർജിയാണ്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തോ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ എന്താ വേണ്ടതെന്ന് രണ്ടാൾക്കും അറിയില്ല, എങ്ങനെയാണ് ഇപ്പോൾ റീകൺസൈൽ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇവിടെ നിങ്ങൾ രണ്ടാളും ഇവിടെ ഒരു മിസ് ചെയ്യണ എനർജി കാണാണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ മിസ് ചെയ്യണു, അവരും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒന്നും മുമ്പോട്ട് പോകണില്ല. ആരാ ഇവിടെ മാപ്പ് ചോദിക്കാൻ പോകണം? എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഇഷ്യൂ. അത് ആരാണ് ഇപ്പോൾ സോറി പറയാൻ പോകണമെന്ന്. അപ്പോൾ നിങ്ങളുടെ എനർജിയിൽ സ്ട്രെങ്ത് ഉണ്ട്. എന്താണ് ഈ സ്ട്രെങ്ത് എനർജി? ഇവിടെ ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് കാണാണ്ട്. അപ്പോൾ ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകാൻ നോക്കണോ, ഒരു മുമ്പോട്ട് പോകാൻ നോക്കണോ നിങ്ങൾ ഈ സിറ്റുവേഷനിൽ. ഇവിടെ ഒരു ഓഫർ ഞാൻ കാണുന്നുണ്ട്, ഒരു സ്റ്റേബിൾ ഓഫർ, ലോങ് ടേം ഓഫർ. നിങ്ങൾ റീകൺസിലിയേഷൻ നിങ്ങൾക്ക് വേണം എന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൻ്റെ കൂടെ റീകൺസൈൽ ചെയ്യാനായിരിക്കും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവുക. 3 ഓഫ് വാൻഡ്സ് ഇവിടെ ഈ പേഴ്സൻ്റെ എനർജി എന്താണ്? ഇവർ ആക്ച്വലി പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യാൻ നോക്കണു. എന്താ വെച്ചാൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വിട്ടിട്ട് ഇപ്പോൾ പുതിയ ബിഗിനിങ്ങിലേക്ക് അവർക്കും പോകണം എന്നുണ്ട്. ഇവിടെ കുറേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പാസ്റ്റിൽ. അവർക്ക് ഇപ്പോഴും അറിയില്ല എന്താ വേണ്ടതെന്ന്. അപ്പോൾ കുറച്ച് ഇപ്പോഴും കൺഫ്യൂസ്ഡാണ് അവർ. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ടാണ് 8 ഓഫ് കപ്സ്. അപ്പോൾ ഇവിടെ ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഇമോഷണലി ഹാപ്പി ആയിരുന്നില്ല ഈ സിറ്റുവേഷനിൽ. ഈ പേഴ്സൺ അതല്ല വെച്ചാൽ ഈ പേഴ്സൺ ആയിരിക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഇവിടെ ഡെഫിനറ്റ്ലി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ കാണാണ്ട്. അപ്പോൾ 8 ഓഫ് കപ്സ് ഇവിടെ എന്താണ്? അപ്പോൾ ഇവിടെ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്, ടോറസ് എനർജി ഉണ്ട് ഇവിടെ, ആൻഡ് ഇവിടെ എംപ്രർ എനർജി. അപ്പോൾ എംപ്രർ നിങ്ങളുടെ എനർജിയാണ്, മറ്റേ എനർജി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ജോലിയുടെ ത്രൂ ആയിരിക്കും മീറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓഫീസിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്നുണ്ടാവും നിങ്ങൾ. അതല്ല വെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത്, ഞാൻ പറഞ്ഞ പോലെ ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏസ് ഓഫ് വാൻഡ്സ് ഉണ്ട്. അവർക്ക് ആക്ഷൻ എടുക്കണം ഉണ്ട്, നിങ്ങളുടെ അടുത്ത് വരണം എന്നുണ്ട്. ഇവിടെ കുറേ പാഷൻ ഉണ്ട് അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അവർ ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഫോർ ഷുവർ. പക്ഷെ അവർക്ക് ഇവിടെ ഒരു എന്താ പറയുക, മെസ്സേജ് അയക്കണം ഉണ്ടാവും അവരുടെ മനസ്സിൽ. അതാണ് നടക്കുന്നത് ഇപ്പോൾ. അത് എനിക്കൊരു മെസ്സേജ് അയക്കണം ഏരീസിന്. 6 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ. പക്ഷേ ഒരു ഇംബാലൻസ് കാണാണ്ട്. ഓക്കെ, ഈ റിലേഷൻഷിപ്പിൽ അവർ ചിലപ്പോൾ അവർക്ക് നിങ്ങൾ അത്ര എഫേർട്ട് ഇടില്ല എന്ന് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവും അവരുടെ മനസ്സിൽ. ഓക്കെ, 6 ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ. നിങ്ങൾക്ക് ഈ സിറ്റുവേഷനെ പറഞ്ഞാൽ ഈ ഡിഫിക്കൽട്ട് സമയം വിട്ടിട്ട് ഒരു സ്റ്റേബിൾ ലൈഫ് വേണം നിങ്ങൾക്ക് ജീവിക്കാൻ. പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും ഡ്രാമ അതൊന്നും പറഞ്ഞാൽ അതൊന്നും നിങ്ങൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വിട്ടിട്ട് ഒരു നല്ല സ്റ്റേബിൾ ലൈഫ് മതി എന്നാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. ഈ പേഴ്സൻ്റെ കൂടെ എന്താ ഇഷ്യൂ ഇല്ല വെച്ചാൽ അതിനൊക്കെ സോൾവ് ചെയ്തിട്ട് നിങ്ങൾ രണ്ടാളും മുമ്പോട്ട് പോവുക. അതാണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ. ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് വെച്ചാൽ അതിനെ സോൾവ് ചെയ്യണം എന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ റീകൺസിലിയേഷൻ വേണം എന്നുണ്ട്. ഓക്കെ, ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ക്വീൻ ഓഫ് വാൻഡ്സ് ആണ്. അവർ ആക്ച്വലി ഞാൻ പറഞ്ഞ മാതിരി അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ പാഷൻ ഉണ്ട്, അട്രാക്ഷൻ കുറേ ഉണ്ട്. ഇവിടെ രണ്ടാളുടെയും ഇടയ്ക്ക് ഇഷ്യൂസ് ഉണ്ട് വെച്ചാൽ അതിനെ അവർക്ക് വിട്ടിട്ട് മുമ്പോട്ട് പോകണം എന്ന് അവർക്കും ഉണ്ട്. ടവർ ഒരു ഷോക്കിംഗ് എൻഡിങ് ആണ്, ഒരു സഡൻ എൻഡിങ്. അപ്പോൾ എന്തോ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഇതിനൊക്കെ വിട്ടിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകണം എന്നുണ്ട് നിങ്ങളുടെ കൂടെ. അപ്പോൾ ഇവിടെ ആക്ഷൻ നിങ്ങൾ എടുക്കാൻ പോണത് ക്വീൻ ഓഫ് സോഡ്സ് ആണ്. നിങ്ങൾ ഈ പേഴ്സണെ കോൺടാക്റ്റ് ചെയ്യും, കുറേ ഡിറക്റ്റായിട്ടായിരിക്കും നിങ്ങളെല്ലാം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടാവുക. അവർക്ക് നിങ്ങളൊരു ഓപ്ഷൻ കൊടുക്കും, ഇതെന്താ വേണ്ടേ, ഇപ്പോൾ ഡിസൈഡ് ചെയ്യാൻ സമയമായിരിക്കണോ, മുമ്പോട്ടാണോ പോകേണ്ടത്, ഇതിന് ഇവിടെ തന്നെയാണോ എൻഡ് ചെയ്യേണ്ടതെന്ന് ആ ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾ കൊടുക്കുന്നുണ്ടാവുക. ഈ പേഴ്സൻ്റെ എനർജിയിൽ കിങ് ഓഫ് സോഡ്സ്. അപ്പോൾ നിങ്ങൾ രണ്ടാളും ആക്ച്വലി ഒരു ഡിവൈൻ മാച്ചാണ്. ഓക്കെ, കിങ് ഓഫ് സോഡ്സും ക്വീൻ ഓഫ് സോഡ്സും ഒരുമിച്ച് വരുമ്പോൾ ഇതൊരു ഡിവൈൻ പെയറാണ്. ഇത് നിങ്ങൾ കോയിൻസിഡൻ്റ്ലി അല്ല മീറ്റ് ചെയ്തണേ. ഓക്കെ, ഇത് ആക്ച്വലി ഡെസ്റ്റിനിയാണ്. അപ്പോൾ ഈ പേഴ്സണും നിങ്ങളുടെ അടുത്ത്, നിങ്ങൾ രണ്ടാളും ആക്ച്വലി ഒരുമാതിരി തന്നെ, നിങ്ങളുടെ മനസ്സിലുള്ള തോട്ട്സൊക്കെ ഒരുമാതിരിയാണ്. ഓക്കെ, അപ്പോൾ കമ്പാറ്റബിലിറ്റി കുറേ ഉണ്ട്, മെൻ്റൽ കമ്പാറ്റബിലിറ്റി ഇവിടെ കുറേ ഉണ്ട്. അപ്പോൾ ഈ പേഴ്സൺ, നിങ്ങൾ ഈ പേഴ്സണെ ഒരു ഓഫർ
കൊടുക്കാൻ പോകുന്നുണ്ട്. ഒരു ലോങ് ടേം ഓഫറാണ് ഇത്. ഈ പേഴ്സൻ്റെ ആക്ഷൻ ഇവിടെ എംപ്രസ് എനർജി. അപ്പോൾ ഞാൻ കാണുന്നത് രണ്ട് സൈഡിനും ഒരു പോസിറ്റീവ് എനർജിയാണ്. രണ്ടാൾക്കും റീകൺസിലിയേഷൻ വേണം. രണ്ടാളും ഒരുമാതിരി തന്നെയാണ് മനസ്സിൽ, നിങ്ങളുടെ തോട്ട്സൊക്കെ ഒരുമാതിരിയാണ്. അപ്പോൾ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഔട്ട്കം. ഇവിടെ ഒരു ടോറസ് വർഗോ കാപ്രിക്കോൺ ഉണ്ട്. ചാരിയറ്റ് ഞാൻ കാണുന്നത് ഇവിടെ സ്റ്റെബിലിറ്റി വരുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട്. ലവേഴ്സ് ഇവിടെ ഒരു ജെമിനൈ എനർജിയാണ്, പക്ഷേ ഒരു സോൾമേറ്റ് കണക്ഷൻ കൂടിയുമാണ്. അപ്പോൾ ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷൻ കാണാണ്ട് ആൻഡ് ഈ സ്റ്റാഗ്നൻറ്റ് സിറ്റുവേഷന് നിങ്ങൾ എന്തായാലും പുറത്തു വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊരു ടെമ്പററി ഇഷ്യൂ ആണ് നിങ്ങൾ ഫേസ് ചെയ്യണത്. ഇപ്പോൾ ഒരു ടെമ്പററി ഇഷ്യൂ ആണ്. ഇതിൽ ഇപ്പോൾ ഈ മാസത്തിൽ തന്നെ എന്തെങ്കിലും ഒരു പ്രോഗ്രസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്? ഇവിടെ മെസ്സേജ് പറയണത് സോൾമേറ്റ്. യെസ്, ദിസ് ഈസ് യുവർ സോൾമേറ്റ്. അപ്പോൾ ഇതൊരു കൺഫർമേഷനുമായി. ഓക്കെ, ഇത് നിങ്ങളുടെ സോൾമേറ്റ് ആണ്. ഇവിടെ ആസ് ഇറ്റ് ഈസ് ഞാൻ പറഞ്ഞ മാതിരി സോൾമേറ്റിൻ്റെ കാർഡും വന്നിരിക്കണം. അപ്പോൾ ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് ലീബ്ര ഉണ്ട്, ക്യാൻസർ ഉണ്ട്, ജെമിനൈ ഉണ്ട്, സ്കോർപ്പിയോ ഉണ്ട്, ടോറസ് ഉണ്ട്, വെർഗോ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സൈൻസ് ഇവിടെ. പക്ഷേ ഏതും സൈൻ ആവാം, ഈ സൈൻ തന്നെ ആവണം എന്നില്ല. ഓക്കെ, ഇത് നിങ്ങൾക്ക് മെസ്സേജ് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് മെസ്സേജ്. അപ്പോൾ ഇത് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷേ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ എല്ലാം ഡീറ്റെയിൽസ് അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.